മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച നമ്മൾ എന്ന ചിത്രത്തിലെ ആ പഴയ നൂലുണ്ടയെ ആരും മറന്നിട്ടുണ്ടാകില്ല. നീണ്ട 10 വർഷത്തെ വിട്ടുനിൽക്കലിനു ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നടൻ വിജീഷ് വിജയൻ എന്ന നൂലുണ്ട. പ്രശസ്തി മാത്രം പോരാ, ജീവിക്കാൻ പണം കൂടി വേണമെന്നും അതുകൊണ്ടാണ് സിനിമ വിട്ട് ഖത്തറിൽ ബിസിനസ്സിലേക്ക് മാറിയതെന്നും വിജീഷ് തുറന്നു പറയുന്നു. നൂലുണ്ട എന്ന ചെറിയ കഥാപാത്രത്തിലൂടെ ഇന്നും പ്രേക്ഷകർ തന്നെ തിരിച്ചറിയുന്നതും സ്നേഹിക്കുന്നതും തന്റെ വലിയ ഭാഗ്യമാണെന്നാണ് വിജീഷ് വിശ്വസിക്കുന്നത്. അവിചാരിതമായി അഖിൽ സത്യനെ കണ്ടുമുട്ടിയതും അജു വർഗീസിനും നിവിൻ പോളിക്കുമൊപ്പം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയതും തന്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ വിശേഷങ്ങളും വിജീഷ് മനോരമ ഓൺലൈനോട് പങ്കുവയ്ക്കുന്നു. തീർത്തും അവിചാരിതമായാണ് സർവമായ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഇടവന്നത്. ഞാൻ ഒരു ദിവസം കുടുംബവുമായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത ടേബിളിൽ അഖിൽ സത്യൻ ഇരിക്കുന്നത് കണ്ടു. അഖിലിന്റെ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അഖിലിനടുത്ത് ചെന്ന് സംസാരിച്ചു. പാച്ചുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് കണ്ട് പിരിഞ്ഞുവെങ്കിലും പടത്തിലേക്ക് വിളിക്കുമെന്നൊന്നും കരുതിയില്ല. 3-4 മാസം കഴിഞ്ഞ് എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു ചേട്ടൻ വിളിച്ചു. അഖിൽ വിളിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അഖിൽ വിളിച്ചു. അന്ന് കണ്ടതുകൊണ്ടാണ് ബിജീഷിനെ ഓർത്തത്. ഇങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ ബിജീഷ് ചെയ്താൽ നന്നാകുമെന്ന് തോന്നി എന്ന് പറഞ്ഞു. വലിയ കഥാപാത്രമൊന്നുമല്ല, ചെറിയ പരിപാടിയാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങളുടെ ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആകെ 2 സീനേ ഉള്ളൂ, എങ്കിലും നല്ല രസമുള്ള കഥാപാത്രമായിരുന്നു. അവരോടൊപ്പം വർക്ക് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല അടിപൊളി ടീമാണ്. അഖിലിന്റെ അസോസിയേറ്റ്സ് എല്ലാവരും നല്ല ടീമാണ്. ഞാൻ ആദ്യമായാണ് സിങ്ക് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. അതൊരു പുതിയ അനുഭവമായിരുന്നു. അജുവിനെയും നിവിനെയും 10 വർഷത്തിനു ശേഷമാണ് കണ്ടത്. അതൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ തന്ന വർക്കാണ് സർവമായ. ഞാൻ 10 വർഷം സിനിമകളൊന്നും ചെയ്തില്ല. 2010 ശേഷം സിനിമകൾ അധികം ചെയ്യാത്തത് അവസരങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ കിട്ടുന്ന പ്രതിഫലം വളരെ കുറവായിരുന്നു. നമുക്ക് പ്രശസ്തി മാത്രം പോരല്ലോ, ജീവിക്കാനുള്ള പണം വേണ്ടേ? അതുമാത്രമല്ല, ഖത്തറിൽ എനിക്ക് ജോലിയും അച്ഛന്റെ ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അച്ഛന്റെ ചേട്ടനും ഫാമിലിയിലെ പലരും അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു. കുറച്ചുകാലം അതിൽ ശ്രദ്ധിക്കാമെന്ന് കരുതി. അവിടെ പോയി കഴിഞ്ഞ ജോലി തിരക്കായി അവിടെ തന്നെ നിന്നുപോയി. പിന്നെ എന്റെ അച്ഛന് സുഖമില്ലാതെ ആയപ്പോഴാണ് അവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ ഒരു വലിയ ബ്രേക്ക് വന്നത്. 2021 മുതൽ സിനിമകളിൽ ചെറിയ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. റോയ്, സൈമൺ, ഡാനിയൽ, നല്ല സമയം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. അതൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ആ സമയത്ത് എന്റെ അച്ഛന് സുഖമില്ലായിരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ അവിടെയായിരുന്നു. 2025 പകുതിയോടെ സിനിമകളിൽ സജീവമാകാൻ തുടങ്ങി. അതിലൊന്നാണ് സർവമായ. അഭിനയിച്ച ഒരു സിനിമ കൂടി റിലീസാകാനുണ്ട്. ഇനി സിനിമകളിൽ സജീവമാകാനാണ് തീരുമാനം. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി തുടങ്ങി. ആ പ്രൊഡക്ഷനിൽ ടോണി സേവ്യർ എന്ന സിനിമ ചെയ്തു. വളരെ ലോ ബഡ്ജറ്റ് സിനിമയാണ്. അതിലുള്ളതെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആ സിനിമ നന്നായി വന്നാൽ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ 10 വർഷം സിനിമ ചെയ്തില്ലെങ്കിലും പിന്നീട് വരുമ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ചെയ്തിട്ടുള്ളതെല്ലാം ചെറിയ വേഷങ്ങളും സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങളും ഒക്കെയാണ്. എങ്കിലും ഇപ്പോഴും പ്രേക്ഷകർ എന്നെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായി ചെയ്ത നൂലുണ്ട എന്ന കഥാപാത്രം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് ഞാൻ ഇന്നും അറിയപ്പെടുന്നത്. അതെന്റെ ഭാഗ്യം തന്നെയാണ്. സർവമായയിൽ ചെയ്തത് 2 സീനാണെങ്കിലും ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലുമൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട്. ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. സർവമായ കണ്ടിട്ട് കുറെ പേർ വിളിച്ചു. കുറച്ചു സിനിമകൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്നും പറയാറായിട്ടില്ല. നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. സിനിമകളിൽ സജീവമാകാനാണ് താല്പര്യം. അതോടൊപ്പം പ്രൊഡക്ഷനും മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും വിജീഷ് പറയുന്നു.